നമസ്കാരം. പ്രധാന വാർത്തകൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. പെരുന്നാൾ സന്ദേശത്തിൽ ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത പണ്ഡിതർ. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. തെർമോക്കോൾ മുറിക്കുന്ന കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ അനുജന് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ ജ്യേഷ്ഠന്റെ മകൻ അറസ്റ്റ്. തച്ചനാട്ടുകര നാട്ടുകൽ പ്രദേശങ്ങളിൽ ഭീതി വിതച്ച് തെരുവ് നായ്ക്കൾ. 2 ദിവസത്തിനുള്ളിൽ കടിയേറ്റത് 4 വയസ്സുകാരനുൾപ്പെടെ 3 പേർക്ക്. അധികാരികൾ എന്തെങ്കിലും നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കടമ്പഴിപ്പുറം അടിയന്നൂർ ക്ഷീരസംഘത്തിന്റെ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ പ്രസിഡന്റ് മുറിച്ചുവിറ്റെന്ന പരാതിയുമായി BJP. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മരങ്ങൾ മുറിച്ചതെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി. ഒറ്റപ്പാലം നഗരസഭയുടെ വനിതാ വ്യവസായ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. ഉദ്ഘാടനം ചെയ്ത് 5 വർഷമായിട്ടും കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാനായില്ല. ജനൽ ചില്ലുകളും മറ്റും നശിപ്പിക്കപ്പെട്ട നിലയിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. 1 മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ഒരു മാസത്തെ വ്രതശുദ്ധിയുടെ പുണ്യവുമായാണ് വിശ്വാസി സമൂഹം തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. രാവിലെ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനയിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. കുടുംബ സന്ദർശനം നടത്തിയും സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും ബന്ധങ്ങൾ പുതുക്കിയുമെല്ലാം പെരുന്നാൾ ദിനം വിശ്വാസികൾ ഹൃദ്യമാക്കി. ദാനധർമ്മങ്ങളിലൂടെ പാവപ്പെട്ടവനും സമ്പന്നനും എന്ന അന്തരമില്ലാതാക്കി പരസ്പര സഹവർത്തിത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം കൂടിയാണ് ചെറിയ പെരുന്നാൾ നൽകുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനകളിൽ പെരുന്നാൾ ദിന സന്ദേശവും പണ്ഡിതർ നൽകി. ലഹരിക്കെതിരെ കൂടി പോരാടാൻ ഓരോരുത്തരും സന്നദ്ധരാകണമെന്നും സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്താണ് ലഹരിയെന്നും പണ്ഡിതർ ഇത്തവണ പ്രസംഗങ്ങളിൽ പറഞ്ഞു. 5 കൊല്ലം ഒരു പക്ഷെ അവന് ജീവിക്കാൻ അവസരമുണ്ടായി എന്ന് വരാം, അല്ലെങ്കിൽ 30-35 കൊല്ലം. എന്നാൽ ഈ സാധനം ഉപയോഗിക്കുന്നവന് ആയുസ് വളരെ കുറവായിരിക്കും. നിങ്ങളെ കൊണ്ട് നാട്ടിൽ എന്തെല്ലാം നന്മകൾ ഉണ്ടാവണം, പക്ഷേ ഏതെങ്കിലും ഒരു MDMന്റെയോ മറ്റു ഏതെങ്കിലും ലഹരി വസ്തുക്കളുടെ അടിമയായി 10-12 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5-6 വർഷം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചു പോവേണ്ടവരല്ല. ഇത് മുമ്പുള്ള ലഹരികളെ പോലെ ഇത് ഗൗരവമാണ്. ഇത് മനുഷ്യന്റെ ശരീരം നശിക്കുമ്പോ അവന് സാമ്പത്തിക നഷ്ടമുണ്ടായതുപോലെ പിന്നെ അവനെ ഏറ്റെടുത്തുകൊണ്ട് നാട്ടുകാർ അവന്റെ കിഡ്നി മാറ്റിവെക്കാൻ, അവന്റെ ഹാർട്ട് മാറ്റിവെക്കാൻ നാട്ടുകാരെ വീണ്ടും തിരിവെടുത്തുകൊണ്ട് സഹായിക്കേണ്ട സാഹചര്യമാണ്. അതിന് കൂടുതൽ വരാൻ പോവാണ്. അതുകൊണ്ട് മാറ്റപ്പെടാൻ കഴിയുന്നതൊക്കെ മാറ്റപ്പെടണം. അല്ല ട്രീറ്റ്മെന്റിലൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിൽ അങ്ങനെ മാറ്റാൻ കഴിയുന്നത് ആ നിലക്ക് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമുക്ക് മാത്രമല്ല നഷ്ടം, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നാടിന് നഷ്ടമാണ്. പുണ്യ പെരുന്നാൾ ദിനത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമിട്ട ഒറ്റപ്പാലം പാലപ്പുറം അനത്തുൽ മുസ്ലിം ജമാഅത്ത് ലഹരിയെ തുരത്താൻ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് വിശ്വാസികൾ ക്യാമ്പയിന് തുടക്കമിട്ടത്. നാടിനെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെരുന്നാൾ ദിനത്തിൽ പാലപ്പുറം അനത്തുൽ മുസ്ലിം ജമാഅത്തിന്റെ ത്രൈമാസ ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായത്. കരുത്താകാം കരുതലേകാം എന്ന ശീർഷകത്തോടെയാണ് ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെ ക്യാമ്പയിൻ നടത്തുന്നത്. പെരുന്നാൾ ദിനത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ക്യാമ്പയിന് തുടക്കമായി. ജമാഅത്തെ പ്രസിഡന്റ് CK മുഷ്താഖ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹല്ല് പ്രാദേശിക നേതൃത്വങ്ങൾ നിയമ സംവിധാനങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും
ചെയ്യും. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും. ലഹരിയെ ഈ നാട്ടിൽ നിന്ന് സമ്പൂർണമായി തുരത്താനും അതുവഴി തിന്മയിലേക്ക് കാല് വഴുതി വീഴുന്നവരുടെ ജീവിതം തിരുത്താനും. ലഘുലേഖ വിതരണം, ലഹരിവിരുദ്ധ കൂട്ടായ്മ, ബോധവൽക്കരണ ക്ലാസുകൾ, സൈക്കിൾ റാലി, പോസ്റ്റർ പ്രദർശനം, ഹോം വിസിറ്റ് പരിപാടികളാണ് ക്യാമ്പയിൻ കാലയളവിൽ നടത്തുന്നത്. ഇമാം സയ്യിദ് അബു താഹിർ തങ്ങൾ, ഹുസൈൻ മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ, ജമാഅത്ത് ജനറൽ സെക്രട്ടറി KV അബ്ദുൽ സമദ്, ഭാരവാഹികളായ യമൻ അമീർ അബ്ബാസ്, K ഷൗക്കത്ത് അലി, CK നൌഷാദ് അലി, PA ലത്തീഫ്, VP അബൂബക്കർ, T അബൂബക്കർ ഹാജി, KT അഫ്സൽ, KV അസ്കർ, T മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തട്ടമിട്ടവരും കുറിതൊട്ടവരും കുരിശു വരച്ചവരും ഒരുമിച്ചിരുന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഒരു ഗ്രാമം. താഴേക്കോട് അരക്കുപറമ്പ് കുറ്റിപ്പുളിയിലെ ശാന്തി നഗറിലുള്ളവരാണ് പെരുന്നാൾ ചോറ് ഒരുമിച്ചുണ്ടത്. സ്നേഹമാണ് ഞങ്ങൾക്ക് ലഹരിയെന്ന് പുതുതലമുറയിലുള്ളവർ പറയുന്നു. 30 വീട്ടുകാരാണ് ശാന്തിനഗറിൽ താമസിക്കുന്നത്. ഇവരിൽ എല്ലാ വിഭാഗം മതത്തിൽപ്പെട്ടവരുമുണ്ട്. പരസ്പര സ്നേഹത്തോടെയുള്ള ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന സുഖത്തിലും ദുഃഖത്തിലും ഇവർ എല്ലാവരും പങ്കുചേരുന്നു. ഈ ചെറിയ പെരുന്നാൾ ഇവർ ഒരു വീടിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടി അതിൽ ഭക്ഷണം വിളമ്പിയാണ് ആഘോഷിച്ചത്. തങ്ങളുടെ വീടുകൾക്ക് കാണാമറയായി അതിർവരമ്പുകളില്ല. എല്ലാ കാലവും ഈ പ്രദേശം ഇങ്ങനെയാവാനാണ് ആഗ്രഹിക്കുന്നത്. സ്നേഹമാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പ്രദേശവാസിയായ OK രാജൻ പറഞ്ഞു. ഇവിടെ താമസിക്കുന്നത് അതുമായിരുന്നാലും ഒരു അതിർവരമ്പുകളുമില്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ യാതൊരു അതിർവരമ്പുകളും ഞങ്ങളെ ഈ കൂട്ടായ്മ ബാധിക്കുന്നില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അത് നിർബന്ധമാണ് താനും. അതുപോലെ തന്നെ ഒരു വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും, ഇനി അസുഖം വന്നാലോ അല്ലെങ്കിൽ വിശേഷം കല്യാണങ്ങൾ വന്നാലോ എല്ലാം ഞങ്ങൾ ഒത്തൊരുമിച്ചാണ് ആ വീട്ടിൽ ഒരേ മനസ്സോടെ സ്വന്തം വീട്ടിൽ നടക്കുന്നമായിട്ടുള്ള ആ കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അസുഖം വന്ന് കിടന്നാലും ആശുപത്രി കൊണ്ടുപോകാനാണെങ്കിലും മറ്റ് അവരെ സഹായിക്കുന്നതിനാണെങ്കിലും നല്ലൊരു കൂട്ടായ്മയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വരാൻ പോകുന്ന ഓണം, പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങളും ഈ രീതിയിൽ ആഘോഷിക്കുമെന്ന് നടക്കളത്തിൽ അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇവിടെ എല്ലാ മതക്കാരും എല്ലാ രീതിയിലും ഏത് കാര്യങ്ങൾക്കും ഒരുമിച്ച് തന്നെയാണ് നിൽക്കാറുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞങ്ങൾ ഈ കോളനി ഭാഗങ്ങളിൽ മയക്കുമരുന്ന് മറ്റ് പോലത്തെ കാര്യങ്ങളിൽ അത്തരം രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനത്തെ എവിടെ എന്ത് കാര്യങ്ങളുണ്ടായാലും ഞങ്ങൾ അതിനെ എതിർക്കും. അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു തീരുമാനം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു എല്ലാവരും ചേർന്ന് ഈ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ സദ്യ, അതുപോലെ തന്നെ ഈ പെരുന്നാളിനും ഓണത്തിനും മറ്റ് ഏത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അന്നൊക്കെ ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ച് എല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുതിർന്നവരിൽ നിന്നും പകർന്നു കിട്ടിയ പരസ്പര സ്നേഹമാണ് തങ്ങളുടേത്. ലഹരി ഈ പ്രദേശത്ത് ഉപയോഗിക്കാറില്ലെന്ന് M ഗോപകുമാർ പറഞ്ഞു. ഇത് ഒരു ചെറിയ കാര്യമാണെങ്കിലും നമ്മളെല്ലാവരും ഒത്തുകൂടി ഈ പരിപാടി നടത്തണു. ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് നല്ലൊരു മാതൃകയാണ് രാജേട്ടനും ഉസ്മാനും മാനുവക്കും അങ്ങനെയുള്ള ആളുകളൊക്കെ. ഞങ്ങളെ പുറത്ത് ലഹരി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വഴി തെളിക്കാതെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇനി വരുന്ന തലമുറ അതിലേക്ക് പോവാതെ നോക്കേണ്ടത് ഞങ്ങളെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കും. 160ഓളം പേർ പെരുന്നാൾ വിരുന്നിൽ പങ്കെടുത്തു. ഇവരുടെ പാട്ടും ഡാൻസും ആഘോഷത്തിന് കൂടുതൽ ചന്തമേകി. ഞാനൊന്നു കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ. दुश्मन की हमने हिफाजत की है, बात करते हैं हजारों. കടക്കണ്ണിൻ മൂനെ കൊണ്ട് നീടനെഞ്ചിനകം വിട്ടി പേടിച്ചൊരു പെണ്ണാണ് എന്റെ പിടക്കുന്ന കരളുള്ളിൽ മോഹബത്തിൻ മധുരത്തിനൊലിപ്പിച്ച കണ്ണാണ് എന്നെ കൊടുക്കിയ പൂമോളെ. കടക്കണ്ണിൻ മൂനെ കൊണ്ട് നീടനെഞ്ചിനകം
താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൊച്ചു ഗ്രാമമാണ് അരക്കുപറമ്പ് കുറ്റിപ്പുളി. നോമ്പ് 29 പൂർത്തിയാക്കിയാണ് ഇത്തവണ ചെറിയ പെരുന്നാൾ കടന്നു വന്നത്. നോമ്പിന്റെ 29 ദിവസം വഴിയാത്രക്കാരുൾപ്പെടെ 200-ലധികം പേർക്ക് നോമ്പ് തുറക്കാൻ സൗകര്യം ഒരുക്കി നൽകാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ തവണയും ചെർപ്പളശ്ശേരി മടത്തിപ്പറമ്പിലെ കൂട്ടായ്മ. തുടർച്ചയായ 16-ാം വർഷവും സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചാണ് ചെർപ്പളശ്ശേരി മടത്തിപ്പറമ്പിലെ ഈ കൂട്ടായ്മ മാതൃകയായത്. മടത്തിപ്പറമ്പ് ഉമറുള്ള ഫാറൂഖ് ജുമാ മസ്ജിദിന്റെയും കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംഘടനകളുടെയും നേതൃത്വത്തിലാണ് നോമ്പിന്റെ 29 ദിവസങ്ങളിലും സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. വഴിയാത്രക്കാർ, കച്ചവടക്കാർ, വിദ്യാർത്ഥികൾ, സമീപത്തെ ആശുപത്രിയിലെത്തുന്ന രോഗികൾ തുടങ്ങി ഒരു ദിവസം 200-ലധികം പേർ ഇവിടെ എന്നും നോമ്പുതുറയ്ക്ക് എത്തിയിരുന്നു. പത്തിരി, നെയ്ച്ചോർ, ബിരിയാണി, ഇടിയപ്പം, ഇറച്ചിക്കറി തുടങ്ങി ദിവസവും വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളാണ് നോമ്പുതുറയ്ക്കായി തയ്യാറാക്കി നൽകിയത്. ജാതി മത ഭേദമന്യേ ആർക്കും ഈ നോമ്പുതുറയിൽ പങ്കുചേരാമെന്നതും പ്രത്യേകതയായിരുന്നു. ഏകദേശം 15 വർഷത്തിലേറെയായി SSFിൻ്റെയും SYSൻ്റെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ, പ്രത്യേകിച്ച് SYSൻ്റെ ഫുൾ നിയന്ത്രണത്തിലായി 15 വർഷത്തോളമായി സ്ഥിരമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ പരിപാടിയാണ് ഈ സമൂഹ നോമ്പുതുറ എന്നുള്ളത്. ദിവസേന 200-ലധികം ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് ദിവസവും നോമ്പ് തുറന്ന് പോകുന്നുണ്ട്. ഫണ്ട് ഞങ്ങൾക്ക് ചെർപ്പളശ്ശേരി ടൗണിൽ ഇറങ്ങിയാൽ ഞങ്ങളുടെ വ്യാപാരി സുഹൃത്തുക്കൾ, അതുപോലെ പ്രവാസി സുഹൃത്തുക്കളും, നാട്ടിലുള്ള കുറച്ച് സ്ത്രീകളും, അതുപോലെ തന്നെ നാട്ടിലുള്ള പ്രവർത്തകരും എല്ലാവരും പാടെ കൂടി സംഭാവനയായിട്ട് ഞങ്ങൾക്ക് നൽകുന്ന സംഖ്യ കൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. ഒരാൾക്കും ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ കൊടുക്കാറും ഇവിടുന്ന് പോവാറില്ല. അവിടെ ജാതിയോ മതമോ വർണ്ണമോ നിറമോ ഒന്നുമില്ല. എല്ലാവർക്കും വന്നവർക്കൊക്കെ ഭക്ഷണം കഴിച്ച് പോകാനുള്ള സൗകര്യം ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. വ്യാപാരികളും നാട്ടുകാരും പ്രവാസികളുടേതും ഉൾപ്പെടെ നിരവധി പേരുടെ പിന്തുണയും സഹായവും കൊണ്ടാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ നോമ്പുതുറ നടത്തിവരുന്നതെന്നും തുടർ വർഷങ്ങളിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെർപ്പളശ്ശേരി ടൗണിലുള്ള ഹോസ്പിറ്റൽ, അതേപോലെ മഞ്ചക്കല്ലിലുള്ള ഹോസ്പിറ്റൽ, ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് ഇത് വല്ലാതെ ഗുണം ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ട് ഞങ്ങളുടെ അടുത്തു നിന്ന് വാങ്ങി പോകും. എത്തിക്കാൻ അവർ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. ഇതുവരെ അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങിക്കൊണ്ടുപോകലാണ് അവർക്ക്. അതെ, എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ആളുകൾ വരലുണ്ട്, കൊടുക്കാറുമുണ്ട്. ലഹരിക്ക് അടിമയായിട്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ മനസ്സ് മാറ്റാനും അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനും ഒരുപാട് ഉപകരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. തെർമോക്കോൾ മുറിക്കുന്ന കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ അനുജന് മുതുകിൽ ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ ജ്യേഷ്ഠന്റെ മകൻ സുരേഷ് ഗോപി ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. മീറ്റ്ന പാറക്കൽ വീട്ടിൽ 49-കാരനായ ബാലകൃഷ്ണനാണ് മുതുകിൽ ഗുരുതരമായി പരിക്കേറ്റത്. തെർമോക്കോൾ മുറിക്കുന്ന കത്തികൊണ്ടുള്ള ജ്യേഷ്ഠന്റെ മകൻ സുരേഷ് ഗോപിയുടെ ആക്രമണത്തിലാണ് ബാലകൃഷ്ണന് പരിക്കേറ്റതെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ ബാലകൃഷ്ണൻ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മുതുകിൽ 30ഓളം തുന്നലുകളുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. വഴിത്തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നും പോലീസ് അറിയിച്ചു. സംഭവത്തിൽ ജ്യേഷ്ഠന്റെ മകനായ പുത്തൻ പാറക്കൽ വീട്ടിൽ 29-കാരനായ സുരേഷ് ഗോപിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടമ്പഴിപ്പുറം അഴികന്നൂർ ക്ഷീരസംഘത്തിന്റെ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ പ്രസിഡന്റ് മുറിച്ചു വിറ്റുവെന്ന പരാതിയുമായി BJP രംഗത്ത്. മരങ്ങൾ മുറിച്ചു നീക്കിയത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ ആരോപിച്ചു. കടമ്പഴിപ്പുറം ക്ഷീരസംഘത്തിന് കെട്ടിടം നിർമ്മിക്കാൻ K പ്രേംകുമാർ MLA ഫണ്ട് അനുവദിക്കുകയും പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി സ്ഥലം നിരപ്പാക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തെ മരങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുറിച്ചുമാറ്റിയെന്നുമാണ് BJPയുടെ പരാതി. മിനിറ്റ്സ് ബുക്കിലോ നോട്ടീസ് ബോർഡിലോ ഒരു സൊസൈറ്റിയുടെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു വിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ട യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു വിറ്റതായി കണ്ടതിനെ തുടർന്ന് ക്ഷീരവികസന വകുപ്പിന് പരാതി നൽകി. അന്വേഷിച്ചതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് വ്യക്തമായതെന്നും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് മരങ്ങൾ മുറിച്ചതെന്നും മിനിറ്റ്സിൽ ഇത് രേഖപ്പെടുത്താതെ വെട്ടിത്തിരുത്തി വീണ്ടും ചേർത്തതായാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ പറഞ്ഞു. കള്ളത്തരത്തിലൂടെ മരങ്ങൾ മുറിച്ചു വിൽക്കുകയും മിനിറ്റ്സ് വെട്ടിത്തിരുത്തുകയും ചെയ്ത ഭരണസമിതി രാജിവെക്കണമെന്ന് സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്താതെ നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു ചട്ടവും മരം മുറിച്ച് ഒരു സൊസൈറ്റിയുടെ സ്ഥലത്തുള്ള മരങ്ങൾ മുറിച്ചു വിൽക്കുമ്പോൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ട യാതൊരു നടപടിയും പാലിക്കാതെ ലക്ഷക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു വയ്ക്കുകയുണ്ടായി.
അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ച സമയത്ത് ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതും യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് അവിടെ മരം മുറി നടന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെയാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെ മിനിറ്റ്സിൽ വെട്ടിത്തിരുത്തിക്കൊണ്ട് വീണ്ടും കൂട്ടി ചേർത്ത രീതിയിലാണ് മിനിറ്റ്സ് ബുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ രേഖാമൂലം പരാതിക്കാരനെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സൊസൈറ്റിയുടെ സ്ഥലത്ത് നടന്ന അനധികൃതമായി കള്ളത്തരത്തിലൂടെ മരങ്ങൾ മുറിച്ചു വെക്കുകയും മിനിറ്റ്സ് തിരുത്തുകയും ചെയ്ത ഭരണസമിതിയും അതുപോലെ തന്നെ അതിന് കൂട്ടുനിന്ന ക്ഷീരോത്പാദക സംഘത്തിൻ്റെ സ്റ്റാഫുകളും രാജിവെക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അതേസമയം ആരോപണങ്ങളോട് പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു സംഘം ഭാരവാഹികൾ പറഞ്ഞത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. തച്ചനാട്ടുകര നാട്ടുകൽ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം. 2 ദിവസത്തിനുള്ളിൽ 3 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ 4 വയസ്സുകാരനും. നായ്ക്കളെ പിടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായെന്ന് നാട്ടുകാർ. നാട്ടുകൽ തള്ളച്ചിറ ഭാഗങ്ങളിലാണ് തെരുവുനായ്ക്കളുടെ അക്രമം ആളുകൾക്ക് ഭീഷണിയായിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ 4 വയസ്സുകാരനുൾപ്പെടെ 3 പേർക്കാണ് കടിയേറ്റത്. മാരകമായാണ് ഇവ ആക്രമിക്കുന്നത്. കാർത്തേനിക്കുണ്ടിൽ വീടിന്റെ മുറ്റത്ത് കളിക്കുകയായിരുന്ന 4 വയസ്സുകാരന്റെ മുഖത്താണ് പരിക്കേറ്റത്. തള്ളച്ചിറയിൽ വീടിന് സമീപത്തെ വിശ്രമ കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്ന 30 വയസ്സുകാരൻ വിനീഷിന്റെ ദേഹത്തേക്ക് ചാടി കയ്യിലും ഇടുപ്പിലും കടിച്ചു. കൃഷിയിടത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ 60 വയസ്സുകാരനായ ചാമിയെയും ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിലാണ് പരിക്കേറ്റത്. വേനലവധിയായതിനാൽ കുട്ടികൾ വീട്ടിലും കളിക്കാനുമൊക്കെ പോകുന്നതിനാൽ വലിയ ഭീതിയാണ് തെരുവുനായ്ക്കൾ സൃഷ്ടിക്കുന്നതെന്ന് രക്ഷിതാവായ ഇസാക്ക് പറഞ്ഞു. 2 ദിവസം മുന്നേ കുട്ടി കടയിൽ പോയി വരുന്ന സമയത്തെ ഈ നായ്ക്കൾ കൂട്ടം കൂടിയിട്ട് കുട്ടിയുടെ പിന്നാലെ കൂടിയിട്ട് അയൽവാസിയായ ഒരു സ്ത്രീ കണ്ടുകൊണ്ട് അവർ മുറ്റടിച്ചും കൊണ്ടിരിക്കുമ്പോൾ ആ ചൂലവും വടിയൊക്കെ എടുത്ത് പിന്നാലെ ആൾക്കാർ കൂടിയോണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടത്. കുട്ടി പേടിച്ച് പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയതിൻ്റെ ഒരു അവസ്ഥ വന്നു. പുറത്തുപോയി കളിക്കാൻ പേടിയാണെന്നും തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നുമാണ് വിദ്യാർത്ഥിയായ കൃഷ്ണജിത്തിന് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ സ്കൂൾ പൂട്ടിയോണ്ട് പന്തളിക്കാൻ പേടിയാണ്. ഈ നായ്ക്കൾ കടിച്ചാൽ വരുന്നത് കൊണ്ട് വലിയോലടക്കം നായ്ക്കൾ കടിക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം വേണം. ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണെന്നും ജോലിക്ക് പോകുന്ന വഴിക്ക് നായ എവിടെ നിന്ന് ആക്രമിക്കുമെന്ന് പോലും അറിയില്ലെന്നും ജാനകി പറയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോകുമ്പോഴൊക്കെ ശല്യമാണ് ഈ നായ്ക്കളെയും കൊണ്ട്. നായ്ക്കൾ നല്ലോണം ഉണ്ട് പാടത്തു കൂടിയൊക്കെ. പുല്ലരിയാനൊന്നും പോകാൻ പാടില്ല. ആക്രമിക്കാറുണ്ട്. വേറെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? ആക്രമിക്കാൻ വരവുണ്ട്. നായ്ക്കൾ വരവുണ്ട്. മേലേക്ക് വരവുണ്ട്. നായ്ക്കൾ വരവുണ്ട്. കടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും നേരക്കും വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഓടലുണ്ട് നായനെ കണ്ടാൽ. വലിയ തോതിൽ ഈ ഭാഗങ്ങളിൽ തെരുവുനായ്ക്കൾ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒറ്റപ്പാലം നഗരസഭയുടെ വനിതാ വ്യവസായ കേന്ദ്രം സാമൂഹിക വിരുദ്ധരുടെ താവളമാകുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇതുവരെ ഒരു മുറി പോലും പ്രയോജനപ്പെടുത്താതെ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടം. വനിതകളുടെ വ്യവസായ സംരംഭങ്ങൾക്കായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ മുടക്കി കയറംപാറയിൽ നഗരസഭ നിർമ്മിച്ച കെട്ടിടമാണ് ആളനക്കമില്ലാതെ നശിക്കുന്നത്. 2020 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കെട്ടിടത്തിൽ 6 മുറികളുണ്ട്. ഷട്ടറുകൾ പൂർണ്ണമായി പൂട്ടിയിടുക പോലും ചെയ്യാത്ത സാഹചര്യമാണ് ലഹരി സംഘങ്ങൾ മുതലെടുക്കുന്നത്. കെട്ടിടത്തിനുള്ളിലും പുറത്തും ഒട്ടേറെ മദ്യക്കുപ്പികളും ഗ്ലാസുകളും കാണാം. വിജനമായ പ്രദേശത്ത് വിശാലമായ വളപ്പിലാണ് കെട്ടിടം. ഒറ്റപ്പാലത്ത് വിഭാവനം ചെയ്തിരുന്ന ഫയർ സ്റ്റേഷൻ ഇവിടെ തുടങ്ങാൻ ശ്രമമുണ്ടായെങ്കിലും വിജയിച്ചില്ല. റോഡിന് വീതിയില്ലാത്തതായിരുന്നു പ്രതിസന്ധി. ഇതോടെ പദ്ധതി ഉപേക്ഷിച്ചു. 5 വർഷത്തോളമായി ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടത്തിലെ ജനൽ ചില്ലുകളും മറ്റും നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. ശ്രീകൃഷ്ണപുരത്തെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ കെ പ്രേംകുമാർ MLA പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആദ്യമേ തന്നെ നിർവഹിച്ചതായി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുകയല്ല, അത് കൂടുതൽ വർദ്ധിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വീട്ടില് വിരുന്നുകാരെങ്കിലും ഒക്കെ വരുമ്പോൾ മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വൃത്തികളൊക്കെ നടക്കും. ടീപ്പോയിൽ ചിലപ്പോൾ പേപ്പറോ കലർച്ചയായിട്ടുണ്ടാവും, ചിലപ്പോൾ പൊടി ഉണ്ടാകും.
റൂമിലാണെങ്കിൽ തുണിയൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടുണ്ടാവും. അവിടെയും ഇവിടെയും ഒക്കെ ഏതെങ്കിലും നിലയിൽ വൃത്തികേടായി കിടക്കുന്നതൊക്കെ സമയം കിട്ടിയാൽ പെട്ടെന്ന് അറിഞ്ഞാൽ നമ്മളത് ഒരുക്കി തയ്യാറാക്കി റെഡിയാക്കി ക്ലീനാക്കി വെക്കും. എന്നാൽ തുടർച്ചയായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി ശുചിത്വ സന്ദേശ റാലികൾ, ശുചിത്വ പ്രഖ്യാപനം നടത്തിയ വായനശാലകൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, കുടുംബശ്രീ, CDS, അംഗൻവാടികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ, ജലസ്രോതസ്സുകൾ, നവീകരിച്ച തൊഴിലുറപ്പ് സംഘങ്ങൾ, ഹരിതഭവനങ്ങൾ എന്നിവയ്ക്കുള്ള സാക്ഷ്യപത്രങ്ങൾ നൽകി. പ്രസിഡന്റ് C. രാജിക അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C. ഹരിദാസൻ, K. സുമതി, M. ഗിരിജ, ആസൂത്രണ സമിതി അംഗം P. അരവിന്ദാക്ഷൻ, പഞ്ചായത്ത് സെക്രട്ടറി S. സജി, ഹെൽത്ത് ഇൻസ്പെക്ടർ A. ഷംന എന്നിവർ സംസാരിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂക്കോട്ടുകാവ് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇനിയിപ്പോൾ ബയോബിന്നുകൾ സ്ഥാപിക്കലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഇന്നത്തോടുകൂടി നമുക്ക് അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ പൂർണ്ണമായിട്ട് നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്തായി. ഇത് ഇന്നത്തോടു കൂടി നിൽക്കുന്ന ഒരു പ്രവർത്തനമല്ല, ഇത് തുടർന്നും നമ്മൾ ഇതേ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ തന്നെ എല്ലാ ഏരിയകളും ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോകണം. എന്തായാലും ഞങ്ങളുടെ ഭരണസമിതി എന്നുള്ള രീതിയിൽ അത് അവസാനിക്കാറായി 4-5 മാസത്തോടു കൂടിയുള്ളൂ. ഇനി വരുന്ന തുടർച്ചയായ ഭരണസമിതികളിലും ഇതേ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണമെന്ന കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അധ്യക്ഷത വഹിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം മനോജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ NP ശശികല, KT രമണിക്കുട്ടി, IT ശാന്തകുമാരി, CK അരവിന്ദാക്ഷൻ, PK വിജയകുമാരി, പഞ്ചായത്ത് സെക്രട്ടറി P. ആഷിഫ്, CDS ചെയർപേഴ്സൺ രജിത എന്നിവർ സംസാരിച്ചു. തലമുറ സംഗമത്തിനോടനുബന്ധിച്ച് പാലക്കാട്ടെ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. തുടർന്ന് നാടൻപാട്ടുമുണ്ടായി. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് പരിസരത്ത് നിന്നും ആറ്റാശ്ശേരി റോഡിലേക്ക് പോകുന്ന പ്രധാന പാത തകർന്ന് തരിപ്പണമായി. റോഡിന്റെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കണമെന്ന് പടിഞ്ഞാറൻ വേല കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ കോട്ടപ്പുറം ഭരണി മഹോത്സവത്തിന് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ഏകദേശം 9ഓളം വേലകൾ ആനയും വാദ്യങ്ങളും വേഷങ്ങളുമായി ഈ വഴിയിലൂടെയാണ് വന്നത്. വേല വരാൻ ഈ റോഡിലെ കുഴികൾ നികത്തുന്നതിനായി മെറ്റലിട്ടത് കൂടുതൽ ദുരിതമാവുകയായിരുന്നു. ആനകൾക്ക് പോലും നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. മാധ്യമങ്ങൾ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ യാതൊരു ഇടപെടലുകളും അധികാരികൾ കൈക്കൊണ്ടിട്ടില്ല. കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ എന്തെങ്കിലും കാരണത്താൽ ബ്ലോക്ക് അനുഭവപ്പെടുമ്പോൾ സമാന്തരമായി ബസ്സുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നതാണ് ഈ വഴി. ഉടൻ തന്നെ പാത ഗതാഗത യോഗ്യമാക്കാൻ വേണ്ട നടപടികൾ അധികാരികൾ ചെയ്യണമെന്ന് പടിഞ്ഞാറൻ വേലക്കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു. ഇതിലെന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് തിരിയുന്ന ഒരു ആറ്റാശ്ശേരിക്ക് പോകുന്ന മെയിൻ റോഡുണ്ട്. അതിൻ്റെ ഒരു സബ് കൂടിയാണ്, അതിലേക്ക് കൂടിച്ചേരുന്ന ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് ഈ റോഡ്. കോട്ടപ്പുറം ആ റോഡ് അവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ, സെൻട്രൽ അവിടുന്ന് ബ്ലോക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡാണ് നമ്മൾ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണത്. ഇതിൽ ബസ് റൂട്ട് കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ പണി നടക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കണം എന്നാണ് പറയാനുള്ളത്. പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം ഭരണിവേലയോടനുബന്ധിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് ആനകൾ ആ ബോളർ കല്ലുമ്പോൾ കയറി ആനകളൊക്കെ വളരെ വിഷമിച്ച് ചാടുന്ന ഒരു സമ്പ്രദായം കണ്ടു. അപ്പോൾ അത് ആരും അധികാരികളുടെ ശ്രദ്ധയിലൊന്നും ഈ വഴി പെടാതെ കിടക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ആവശ്യപ്പെടുന്നത്. ആനയ്ക്കും മനുഷ്യന്മാർക്കും നടന്നു വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. വലിയ വലിയ ബോളർ കല്ലുകളൊക്കെ
തലേ ദിവസം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെ താലിപ്പിലിപ്പറമ്പിൽ നിന്ന് കിഴക്കോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഉടവാണ്, അല്ലാതെ രണ്ട് സൈഡും കുന്നും നടുവിലൊരു ചാലുമായിട്ട് കിടക്കുകയാണ്. അത് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് താലിപ്പിലിപ്പറമ്പിനെ സംരക്ഷിക്കണം. ഇത് ദേവസ്വത്തിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അത് വേണ്ടത് ചെയ്യാനും വേണ്ടിയിട്ടും കൂടെയാണ്. ഇതൊന്നും അധികാരി ആചാരാനുഷ്ഠാനങ്ങളും നാടൻ കലാരൂപങ്ങളും സംഗമിക്കുന്ന തിരുനാരായണപുരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ചൊവ്വാഴ്ച ആഘോഷിക്കും. വിവിധ ദേശവേലകൾക്ക് വേണ്ടി 35 ഗജവീരന്മാർ അണിനിരക്കും. പ്രഗത്ഭ വാദ്യകലാകാരന്മാരുടെ വാദ്യവിരുന്നുമുണ്ടായിരിക്കും. കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് ഉത്രത്തിൽ ഭഗവതി എന്നാണ് സങ്കല്പം. കൊടുങ്ങല്ലൂരിൽ ദർശനം നടത്തിവരുന്ന കോമരങ്ങളും ഭക്തരും ഉത്രത്തൽക്കാവിൽ ദർശനം നടത്തിയേ മടങ്ങാറുള്ളൂ. ഭരണി ദിവസം രാവിലെ തിറയും പൂതനും ചവിട്ടുകളി കരിവേലകളും ക്ഷേത്രത്തിൽ നടക്കും. വൈകുന്നേരം 5 മണിക്ക് പാന, തുടർന്ന് തേനേഴിമന, കുതിര, പാലാടൻമലയിൽ നിന്നുള്ള കാളവേല ഇറങ്ങിയതിനു ശേഷം മറ്റ് കാളകൾ ക്ഷേത്രത്തിലിറങ്ങും. തുടർന്ന് പ്രഗത്ഭരായ വാദ്യകലാകാരന്മാരുടെ അകമ്പടിയോടുകൂടി 35ഓളം ഗജവീരന്മാർ ഉത്സവപ്പറമ്പിൽ അണിനിരക്കും. ദേവസ്വം വേലയ്ക്ക് കുറുവട്ടൂർ ഗണേഷും, വടക്കൻ വേലയ്ക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും, കിഴക്കൻ വേലയ്ക്ക് അയ്യൻകുളങ്ങര ചിറക്കൽ കാളിദാസൻ, മുറിച്ചിറ നന്ദിലത്ത് ഗോവിന്ദക്കണ്ണൻ, ഷെഡുംകുന്ന് പാമ്പാടി രാജൻ, നീറെങ്കിൽപ്പടി കരുവന്തല ഗണപതി, പാറക്കോട്ടിൽ വേല കൂറ്റനാട് വിഷ്ണു, പുത്തൻകുളം പ്രദേശ് പുതുപ്പള്ളി കേശവൻ, കുറ്റാനശ്ശേരി ദേശവേല ചെർപ്പശ്ശേരി അനന്തപത്മനാഭൻ, കുറുവട്ടൂർ ദേശവേല കൊച്ചുഗുരുവായൂർ ഗോവിന്ദൻ, ആശുപത്രിപ്പടി കുറുവട്ടൂർ എഴുത്തച്ഛൻ ശങ്കരനാരായണൻ കലാകേന്ദ്രം, മീനാട് വിനായകൻ, തിരുവാഴിയോട് ദേശവേല ഗുരുവായൂർ ദേവസ്വം നന്ദൻ, ഭൂതത്താൻകോട്ട എറണാകുളം ശിവകുമാർ, കനാൽമുക്ക് എഴുത്തുപുരയ്ക്കൽ ദേവിപ്രസാദ്, IPC പരിസരവേല പേരൂർ ശിവൻ എന്നീ ഗജവീരന്മാർ അണിനിരക്കും. ചെറുപ്പശ്ശേരി കരുമാനാംകുറിശി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവത്തിന് കൊടിയേറി ഏപ്രിൽ 7 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഭക്തിനിർഭരമായ പരിപാടികളോടെയാണ് കരുമാനാംകുറിശി മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം കൊണ്ടാടുന്നത്. തിങ്കളാഴ്ച രാവിലെ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അണ്ടലാടിമനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിനു ശേഷമായിരുന്നു കൊടിയേറ്റം. ശേഷം ചുറ്റുവിളക്കമുണ്ടായി. തുടർന്ന് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വാഴയിൽ നാരായണൻകുട്ടി നായർ കൊടിയേറ്റി. വിവിധ പരിപാടികളാണ് ഏപ്രിൽ 7 വരെ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുക. വൈകുന്നേരം ചുറ്റുവിളക്ക് പൂജയും ത്രികാല പൂജയും ക്ഷേത്രത്തിൽ നടക്കും. വിവിധ കലാപരിപാടികളും ഉണ്ടാകും. വെള്ളിയാഴ്ച മണ്ണാത്തിക്കടവിൽ നിന്നും ഉടുക്കടിപ്പാട്ടിന്റെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയിൽ കുംഭം എഴുന്നള്ളിപ്പ് നടക്കും. ശനിയാഴ്ച വിവിധ അർച്ചനകൾ, ഞായറാഴ്ച അലക് ചാർത്തൽ എന്നിവയുണ്ടാകും. തിങ്കളാഴ്ച മഞ്ഞൾ നീരാട്ടോടുകൂടി കുംഭം പുഴയിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ഉത്സവം സമാപിക്കും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ശാന്തിവായ്ക്കൽ തോടിന്റെ 1ാം ഘട്ട സംരക്ഷണ ഭിത്തി ഉദ്ഘാടനം ചെയ്തു. 10 ലക്ഷം രൂപ ചെലവിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത്. കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് പിൻവശത്തുള്ള തോടിന്റെ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിലായിരുന്നു. നിരവധി കർഷകർക്ക് ഗുണകരമായ തോടിന്റെ സംരക്ഷണം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ തുക അനുവദിച്ചത്. 10 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സംരക്ഷണ ഭിത്തിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ നിർവഹിച്ചു. 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ശാന്തിവായ്ക്കൽ തോട് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ കർഷകർക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ കല്ലടി സ്കൂള് അതും അതിനോട് ചേർന്നിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ തോട് സംരക്ഷണം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ലക്ഷം രൂപ അതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കർഷകർക്ക് വെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണിത്. അതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഒരു നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. അതും കൂടെ നമ്മുടെ ഈ തോട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന ഒരു സ്വഭാവമാണ്, മണ്ണ് കയറി വരുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അടിയന്തരമായി അതിന് ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് ഫണ്ടും കൂടി ആവശ്യമുണ്ട്. ഒരു 10 ലക്ഷം രൂപയും കൂടി അതിലേക്ക് വകയിരുത്തിയിട്ടുണ്ട്. താമസിയാതെ അടുത്ത വർഷം അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കും. ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് നമ്മൾ അതിന് വകയിരുത്തിയത്. അത് ഈ പ്രവർത്തനം കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചത്. കല്ലടി സ്കൂൾ മാനേജർ KCK സെയ്ദ് അലി, പ്രിൻസിപ്പൽ A ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു. സ്കൂളിലെ വിദ്യാർത്ഥികളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം വരുന്നു. 3 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. അടുത്ത ആഴ്ചയോടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കും. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് മുൻവശത്തെ 50 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിനു ശേഷമാണ് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുന്നത്. 2017 സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത്. 2018 കരിങ്ങനാടുള്ള വാടക കെട്ടിടത്തിൽ സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇതോടൊപ്പം സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനുള്ള തുകയും ബജറ്റിൽ അനുവദിച്ചിരുന്നു. എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീളുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ സ്ഥലം 2022 ആഭ്യന്തര വകുപ്പിന് വിട്ടു നൽകിയത്. ഇതിന്റെ നടപടിക്രമങ്ങൾക്കും കാലതാമസമുണ്ടായി. ഇതിനിടെ ഈ സ്ഥലത്ത് കെട്ടിടം വരുന്നതുമായി ബന്ധപ്പെട്ട പരാതികളും ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നത്. കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മുതലാണ് തുടങ്ങിയത്. ഇത് പൂർത്തിയാവുന്നതോടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവൃത്തികളും തുടങ്ങും. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. സമയബന്ധിതമായി തന്നെ നിർമ്മാണം പൂർത്തിയാക്കാനാകും. കൊപ്പം, കുലുക്കലൂർ, വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ. മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടപ്പുറം ദർശന വായനശാലയെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു. ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ചടങ്ങിൽ ആദരവും ഒരുക്കി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് K വേണുഗോപാലൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം M മോഹനൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം K മുരളി മോഹനൻ, A രാജേന്ദ്രൻ, PT അങ്കപ്പൻ, സന്തോഷ് KP, K ബാലസുബ്രഹ്മണ്യൻ, E ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഹരിത കർമ്മസേന അംഗങ്ങളായ K ശ്രീജ, T പ്രജിത, N പ്രസന്ന, T ഗിരിജ, CR പാഞ്ചാലി, A റുക്കിയ, M നിഷ, A പുഷ്പലത എന്നിവരെ ആദരിച്ചു. മുഴുവൻ തലത്തിലുള്ള ആളുകളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ശ്രമിച്ചതിന്റെ ഫലം തന്നെയാണ്. നമ്മൾക്കറിയാം, കോവിഡിനെ നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് നേരിട്ടിട്ടുണ്ട്. പ്രളയത്തെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് എന്ന മാലിന്യം വലിച്ചെറിയുന്ന രീതിയെയും ഒക്കെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് തീർച്ചയായും നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തില് ഈ സംഭവം തീർത്ഥമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്നതിന്റെ തെളിവ് കൂടിയാണ് നാളത്തെ ഈ പ്രഖ്യാപനം. നമുക്കറിയാം, ഒറ്റപ്പാലം താലൂക്ക് SNDP യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രചരണ ജാഥ നടത്തി. കൂറ്റനാട് നിന്ന് ആരംഭിച്ച ജാഥയ്ക്ക് ചെറുപ്പശ്ശേരി SNDP ശാഖയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണമൊരുക്കി. ശാഖാ പ്രസിഡന്റ് കരിപ്പാടത്ത് രാമചന്ദ്രൻ, സെക്രട്ടറി ശ്രാമ്പിക്കൽ പീതാംബരൻ, മുത്തപ്പൻ വിജയൻ, ശശി ആലുംപാറ എന്നിവർ പങ്കെടുത്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളി ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. പെരുന്നാൾ സന്ദേശത്തിൽ ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത പണ്ഡിതർ. ഒറ്റപ്പാലം മീറ്റ്നയിൽ അതിർത്തി തർക്കത്തിനിടെ സഹോദരങ്ങൾ തമ്മിൽ സംഘർഷം. തെർമോക്കോൾ മുറിക്കുന്ന കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ അനുജന് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ ജ്യേഷ്ഠന്റെ മകൻ അറസ്റ്റ്. തച്ചനാട്ടുകര, നാട്ടുകൽ പ്രദേശങ്ങളിൽ ഭീതി വിതച്ച തെരുവ് നായ്ക്കൾ. 2 ദിവസത്തിനുള്ളിൽ കടിയേറ്റത് 4 വയസ്സുകാരനുൾപ്പെടെ 3 പേർക്ക്. അധികാരികൾ എന്തെങ്കിലും നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കടമ്പഴിപ്പുറം അഴിയന്നൂർ ക്ഷീരസംഘത്തിന്റെ സ്ഥലത്തെ റബ്ബർ മരങ്ങൾ പ്രസിഡന്റ് മുറിച്ചുവിറ്റെന്ന പരാതിയുമായി BJP. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മരങ്ങൾ മുറിച്ചതെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്ന് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി. ഒറ്റപ്പാലം നഗരസഭയുടെ വനിതാ വ്യവസായ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. ഉദ്ഘാടനം ചെയ്ത് 5 വർഷമായിട്ടും കെട്ടിടം പ്രവർത്തനക്ഷമമാക്കാനായില്ല. ജനൽ ചില്ലുകളും മറ്റും നശിപ്പിക്കപ്പെട്ട നിലയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.